മത്സ്യത്തൊഴിലാളി കുടുംബത്തെ സ്ഥാനാർത്ഥിയാക്കി ഇടതുമുന്നണി. കൊല്ലം കോർപ്പറേഷൻ തെക്കുംഭാഗം ഡിവിഷനിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കടലാക്രമണത്തിന് നഷ്ടപ്പെട്ടു പോയ തീരദേശ പാത യാഥാർത്ഥ്യമാക്കുമെന്ന് സ്ഥാനാർത്ഥി ഉറപ്പു നൽകി. പറഞ്ഞാൽ പറ്റത്തില്ല. എന്നെ അനുഗ്രഹിച്ച് കേട്ടാ മത്സ്യത്തൊഴിലാളി കുടുംബം റോബർട്ട് ബ്രിജിറ്റ് ദമ്പതികളുടെ മകൾ, ഓട്ടോറിക്ഷ തൊഴിലാളി ദീപുവിന്റെ ഭാര്യ, സാമൂഹിക പ്രവർത്തക ജോസഫിന് നാട്ടുകാരിൽ ഓരോരുത്തരെയും കടലാഴത്തോളം അറിയാം. അവരുടെ പ്രശ്നങ്ങൾ അറിയാം, കടലമ്മയെയും അറിയാം. തികഞ്ഞ മതേതരവാദിയായ ജോസഫിന് ഈ തെരഞ്ഞെടുപ്പ് മത്സരം മാത്രമല്ല, തീരദേശവാസികളെ സംരക്ഷിക്കാൻ കിട്ടിയ വലിയ അവസരം. കടലെടുത്തുപോയ ഇരുവിപുരം താന്നി തീരദേശ റോഡ് പുനർനിർമ്മിക്കുന്നതിന് കോൺഗ്രസ് തടസ്സം നിൽക്കരുതെന്ന് ജോസഫിൻ അഭ്യർത്ഥിച്ചു. കുടുംബശ്രീ പ്രവർത്തനമായിട്ട് 10-15 കൊല്ലം കൊണ്ട് ഈ മേഖലയിൽ നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരെയും എല്ലാവരെയും നല്ലപോലെ അറിയാം. വോട്ടർമാരോട് പറയുന്നത് നമ്മുടെ തീരദേശ മേഖലയിൽ ഒരുപാട് ഈ നമ്മുടെ വികസനങ്ങൾ കൊണ്ടുവരണം. ഇനി വരുന്ന സർക്കാരിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് മുന്നോട്ട് അവരെ സഹായിക്കാനും വേണ്ടി എന്നെ ജയിപ്പിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഈ കൊച്ചു വന്നാൽ ഞങ്ങൾ അറിയുന്ന ഒരു കൊച്ചു, ഞങ്ങൾക്കറിയാം ഈ കൊച്ചിനെയും, ആ കൊച്ചിൻ്റെ അമ്മായിയമ്മയെ, അവളുടെ ഭർത്താവും എല്ലാം ഞങ്ങളായിട്ട് സഹകരിച്ചു വരുമെല്ലാം. തെക്കുംഭാഗം സ്ഥാനാർത്ഥി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം 2ാം റൗണ്ടിലേക്ക് പ്രവേശിച്ചു. ഇടതുമുന്നണിക്ക് ഒരു പരാതിയുണ്ട്. ഈ റോഡ് ഇപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന ഇരുവിപുരം മുതൽ താന്നി വരെയുള്ള ആ റോഡിൽ നഷ്ടപ്പെട്ടു പോയതാണ്. അത് വീണ്ടെടുക്കാനുള്ളൊരു ശ്രമം ഗവൺമെൻറ് നടത്തുന്നു. ഒപ്പം MLAയുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വികസനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി അതിനുള്ള വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നൊരാക്ഷേപം ഇടതുമുന്നണി ഉന്നയിക്കുന്നുണ്ട്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.